എൻ്റെ ഗ്രാമമായ കദളിക്കാടിനെ കുറിച്ചാണ്. മൂവാറ്റുപുഴയിൽ നിന്നും 13 കിലോമീറ്റർ മാറി ഇടുക്കി ജില്ലയോട് ചേർന്നാണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ശിവക്ഷേത്രം, ക്രിസ്ത്യൻ പള്ളി, 2 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഒരു ഹൈസ്കൂൾ അടക്കം പല സൗകര്യങ്ങളും ഈ ഗ്രാമത്തിൽ ലഭ്യമാണ്. ഗ്രാമത്തിലുള്ളവർ പ്രധാനമായും ചെയ്തു വരുന്നത് പൈനാപ്പിൾ കൃഷിയാണ്. പൈനാപ്പിൾ കൃഷിക്ക് പുറമെ ഇവിടെയുള്ളവർ പ്രധാനമായും റബ്ബറും വാഴയും മറ്റും കൃഷി ചെയ്തു വരുന്നു. പുഴകളാലും റബ്ബർ തോട്ടങ്ങളാലും എൻ്റെ ഗ്രാമത്തിൽ പ്രകൃതി ഭംഗി പ്രതിഫലിച്ചു കാണുന്നു. അടുത്തതായി ഏഞ്ചൽ തൻ്റെ ഗ്രാമമായ ആയവനെ കുറിച്ച് പറയുന്നത് നമുക്ക് കേൾക്കാം. എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രാമപഞ്ചായത്താണ് ആയവന. കൃഷി പ്രവർത്തനങ്ങളിൽ വളരെയധികം മുന്നിട്ട് നിൽക്കുന്ന ഗ്രാമമാണിത്. കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ധാരാളം പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നു വരുന്നു. ആയവനയിൽ പ്രധാനമായും കാണപ്പെടുന്ന കൃഷി വിഭവങ്ങളാണ് പൈനാപ്പിൾ, റബ്ബർ, തെങ്ങ് തുടങ്ങിയവ. മാത്രമല്ല, പ്രൈമറി എയ്ഡഡ് സ്കൂളായ സേക്രഡ് ഹെഡ് ആയവന സ്കൂളും ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഒരുപാട് ആരാധനാലയങ്ങളും ഇവിടെയുണ്ട്. സുന്ദരവും പ്രകൃതി രമണീയവുമായ ആയവന ഞങ്ങളുടെ അഭിമാനമാണ്. അടുത്തതായി രാഗേന്ദു തന്റെ ഗ്രാമമായ മഞ്ഞള്ളൂരിനെ കുറിച്ച് പറയുന്നത് കേൾക്കാം. കേരളത്തിലെ എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ താലൂക്കിലെ മഞ്ഞള്ളൂർ ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമീണ ഗ്രാമമാണ് മഞ്ഞള്ളൂർ. തൊടുപുഴയാർ ഗ്രാമത്തിന്റെ തെക്ക് ഭാഗത്തു കൂടി കടന്നു പോകുന്നു. കദളിക്കാടിന് സമീപമാണ് വില്ലേജ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഗ്രാമത്തിലെ 70% ആളുകളും കൃഷിയിൽ, പ്രത്യേകിച്ച് പൈനാപ്പിൾ കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ്. പുറമെ ഡോക്ടർമാർ, അധ്യാപകർ, രാഷ്ട്രീയക്കാർ തുടങ്ങി നിരവധി പൊതുപ്രവർത്തകർ ഈ ഗ്രാമത്തിലുണ്ട്. ഉയരം കൂടിയ കുന്നുകളിൽ ഒന്നായ മണിയന്തര കുന്ന് ഈ ഗ്രാമത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. മറ്റൊരു വിനോദസഞ്ചാര ആകർഷണ കേന്ദ്രമാണ് നെടുമല ഗുഹ. വൈവിധ്യങ്ങൾ നിറഞ്ഞ ഈ ഗ്രാമത്തിലാണ് എൻ്റെ വിദ്യാലയവും സ്ഥിതി ചെയ്യുന്നത്. അടുത്തതായി ബിൻഷയും ആൽബർട്ടും ധ്വനിതും അവരുടെ ഗ്രാമമായ വാഴക്കുളത്തെ കുറിച്ച് പറയുന്നത് നോക്കാം. നമസ്കാരം, എൻ്റെ പേര് ആൽബർട്ട് ഋഷി. ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ നാടിനെ കുറിച്ച് നിങ്ങളുടെ മുൻപിൽ ഒന്ന് പങ്കുവയ്ക്കാനാണ്. ഞാൻ ഒരു വാഴക്കുളംകാരനാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പൈനാപ്പിൾ സിറ്റി ആയിട്ടാണ് വാഴക്കുളം അറിയപ്പെടുന്നത്. ഏക്കറുകൾ പരന്നു കിടക്കുന്ന പൈനാപ്പിൾ കൃഷി മൂലവും അതിൻ്റെ അമിതമായ വ്യാപാരം മൂലമാണ് ഈ നാടിന് ഈ പദവി നേടിക്കൊടുത്തത്. വാഴക്കുളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈനാപ്പിൾ സിറ്റി മാത്രമല്ല, അതിലുപരി വളരെ ഹരിതവും മനോഹരമായ ഒരു ഗ്രാമം തന്നെയാണ്. ഇവിടെ എല്ലാവിധ സൗകര്യങ്ങൾ തന്നെ കണ്ടുവരുന്നുണ്ട്. സ്കൂൾ, ഹോസ്പിറ്റൽ, അതുമല്ല എല്ലാതരം കൃഷികളും ഇവിടെ കണ്ടുവരുന്നുണ്ട്. റബ്ബർ, ജാതി എന്നിവയും കൃഷി ചെയ്തു വരുന്നു. കൂടാതെ വാഴക്കുളത്തിനെ പറ്റി പറയാനുള്ളത്, ഇവിടെ പലതരം ഫെസ്റ്റിവൽസ് ആഘോഷിക്കാറുണ്ട്. അമ്പലങ്ങളിൽ ഉത്സവവും പള്ളികളിൽ പെരുന്നാളും ആഘോഷിക്കാറുണ്ട്. വാഴക്കുളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതാണെങ്കിലും വളരെ മനോഹരവും ആളുകൾ നിറഞ്ഞ ഒരു സ്ഥലമാണ്. പ്രധാന പള്ളിയായ സെന്റ് ജോർജ് ഫൊറോന പള്ളിയും ചാവറ പിതാവിനാൽ സ്ഥാപിതമായ കോവേന്ത പള്ളിയും എന്നിങ്ങനെ 2 ദേവാലയങ്ങളാണ് വാഴക്കുളത്തിൽ സ്വന്തമായുള്ളത്. ആതുര സേവന രംഗത്ത് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള സെന്റ് ജോർജ് ആശുപത്രിയും ഈ മേഖലയിൽ പുതിയ ചുവടുവെപ്പുമായി ആരംഭിച്ച വാഴക്കുളം ചാരിറ്റബിൾ ട്രസ്റ്റും വാഴക്കുളം ഡയാലിസിസ് സെന്ററും വാഴക്കുളത്തിന് മാറ്റുകൂട്ടുന്നു. വാഴക്കുളത്തിന്റെ ഹൃദയഭാഗത്തായുള്ള പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും തൊട്ടടുത്ത ഓട്ടോ സ്റ്റാൻഡും ഇവിടത്തേക്കുള്ള യാത്ര സുഖപ്രദമാക്കുന്നു. 5 വിദ്യാലയങ്ങൾ സമ്പന്നമായ ഞങ്ങളുടെ നാട്ടിലെ പ്രധാന വിദ്യാലയമാണ് നമ്മുടെ വിദ്യാലയമായ സെന്റ് തെരേസാസ് ഹൈസ്കൂൾ വാഴക്കുളം. ഒരു പൈനാപ്പിൾ ഗവേഷണ കേന്ദ്രം കൂടി വാഴക്കുളത്തിൽ സ്വന്തമായുണ്ട്. പലതരം കടകളാലും സ്നേഹസമ്പന്നരായ ആളുകളാലും നിറഞ്ഞ എൻ്റെ നാട് വളരെ മനോഹരമാണ്. എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴയ്ക്കും തൊടുപുഴയ്ക്കും ഇടയിൽ ഏകദേശം 140 ചതുരശ്ര കിലോമീറ്റർ പടർന്നു കിടക്കുന്ന ഒരു നാടാണിത്. ഇവിടുത്തെ നാട്ടുകാരിൽ ഭൂരിഭാഗവും ആൾക്കാർ പൈനാപ്പിൾ കൃഷിക്കാരും പൈനാപ്പിൾ കച്ചവടക്കാരുമാണ്. വാഴക്കുളം എന്ന നാട് അതിയായ വോളിബോൾ പാരമ്പര്യമുള്ള ഒരു നാട് കൂടെയാണ്. വളരെയേറെ വ്യത്യസ്ത ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ഉള്ള ഒരു സ്ഥലം കൂടിയാണ് വാഴക്കുളം. അതിൽ ഏറ്റവും പ്രശസ്തവും മനോഹരവുമായ ഒന്ന് ചക്കിപ്പാറയാണ്.